ഈശ്വരനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈശ്വരൻ ഇരിക്കുന്നത് മുകളിലാണ് എന്നാണ് പറയാറ്. ഇത് ശരിയാണോ? മുകളിലിരുന്ന് അവനെല്ലാം കാണുന്നുണ്ട്, മുകളിലിരിക്കുന്നവൻ എല്ലാം അറിയുന്നുണ്ട് എന്നാണ് പറയാറ് നമ്മൾ. എന്നാൽ ഈശ്വരൻ യഥാർത്ഥത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? മുകളിലാണോ, താഴെയാണോ, മധ്യത്തിലാണോ? ഒരു തരത്തിൽ അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഈശ്വരൻ എങ്ങും ഇരിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ഈശ്വരൻ ഇല്ല എന്നല്ല. കാരണം ഈശ്വരൻ എല്ലായിടത്തുമുള്ള ആളാണ്. അതുകൊണ്ട് ഒരിടത്ത് ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും മുകളിൽ എന്നുള്ള ധാരണ തെറ്റാണ്. മുകളിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗുണം കൊണ്ട് ഈശ്വരൻ മുകളിൽ ആയതുകൊണ്ടാവാം. ഈശ്വരൻ മുകളിലിരിക്കുന്നു എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ സർവവ്യാപിയാണ് ഈശ്വരൻ എന്നതുമായിട്ട് ചേരാതെ വരും. കാരണം ആകാശവത് സർവഗതോ നിത്യഃ, ആകാശത്തെ പോലെ സർവഗതനും നിത്യനുമാണ് ഈശ്വരൻ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ആകാശം എവിടെയാണ് ഇരിക്കുന്നത്? മുകളിലാണോ? അല്ല. താഴെയാണോ? അല്ല. മധ്യത്തിലാണോ? അല്ല. ആകാശം എല്ലായിടത്തുമുണ്ട്. നാം മുകളിൽ നോക്കി കാണുന്ന മേഘങ്ങളെയല്ല ആകാശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പേസ് എന്ന അർത്ഥത്തിലാണ് ആകാശം എന്ന് പറയുന്നത്. ആ ആകാശം, ആ സ്പേസ്, അത് എല്ലായിടത്തുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകാശത്തെ പോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശ്വരൻ. അതുകൊണ്ട് മുകളിൽ എന്ന് ഒരു പ്രത്യേക സ്ഥാനം നമുക്ക് കൽപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വരനെ സർവഗതനായിട്ടാണ് കണക്കാക്കുന്നത്. ഈശ്വരൻ തൻ്റെ മായ കൊണ്ട് ഒരു ശരീരം എടുക്കുകയാണെങ്കിൽ, രൂപം ധരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതില്ലാത്ത സന്ദർഭത്തിൽ ഈശ്വരൻ മുകളിൽ എന്നുള്ള ഭാവന തെറ്റാണ്. മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും മുകളിൽ, ഗുണങ്ങളിൽ എല്ലാത്തിനും മുകളിൽ എന്ന് തന്നെ വേണം കാണാൻ. ആ ഈശ്വരൻ സർവഗതനാണ്.